ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസിനെ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ലീനിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഒരു ബാങ്ക് അക്കൗണ്ട് ലീൻ ആയാലോ ഫ്രീസ് ആയി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക, എങ്ങനെ നമുക്ക് അൺഫ്രീസ് ചെയ്യാം, അതുപോലെ തന്നെ ഇത് എന്തുകൊണ്ടാണ് വരുന്നത്, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഷോർട്ടായിട്ട് തന്നെ നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോവാം. അപ്പോൾ നമ്മുടെ ചാനലിൽ കിടക്കാണ്ട് മുമ്പ് അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറ് എൻ്റെ പേര് ഞാനൊരു ഫൈനാൻസ് അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക് വെൽനസ് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫയർ ആണ്. ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളെല്ലാ കമൻറ്റ് പോകുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഹൈപ്പ് അടിക്കാൻ മറക്കണ്ട കേട്ടോ. ഹൈപ്പലത്തെ പരിപാടിയാണല്ലോ ഹൈപ്പ്. ട്രെൻഡിങ് ഒന്നല്ലോ, ഹൈപ്പല്ലേ, നല്ല കൂടുതൽ ആൾക്കാർക്ക് കിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ എന്താ വെച്ചാൽ ഇഷ്ടം ആൾക്കാർ എനിക്കിപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാം തുറന്ന് കാണിച്ചെന്ന് തന്നെ ഇപ്പോൾ ഇപ്പോഴും കൊടുക്കുന്നുണ്ടാവും കുറേ മെസ്സേജുകൾ എന്താ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചിട്ട്. ഇത് ആക്ച്വലി നമുക്ക് ലീഗലി നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഇപ്പോൾ സൈബർ പോലീസിൻ്റെ സൈഡിൽ നിന്ന് ഒരു അക്കൗണ്ട് ഫ്രീസോ അല്ലെങ്കിൽ അക്കൗണ്ട് ലീനോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഇത് കോർട്ട് ത്രൂ അൺഫ്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കോർട്ട് ത്രൂ അൺഫ്രീസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇതുപോലെ ഫൈനാൻഷ്യൽ കേസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വക്കീൽ ത്രൂ പോയിട്ട് നമുക്കിത് തിരിച്ച് അൺഫ്രീസ് ചെയ്യാൻ പറ്റും. കോർട്ട് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ബാങ്കിൽ പോയി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അൺഫ്രീസ് ചെയ്യാൻ പറ്റും. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിപ്പെൻഡ്സ് അപ്പോൾ നിങ്ങളുടെ എത്ര എമൗണ്ട്. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ കുറേ കാശ് കിടക്കുന്നുണ്ട്, മെയിൻ അക്കൗണ്ടാണ്, സാലറി അക്കൗണ്ടാണ്, അല്ലെങ്കിൽ നല്ലപോലെ ലീന് കിടക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ പോയി ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഒരു വക്കീൽ ത്രൂ ഞാൻ വേണമെങ്കിൽ എനിക്ക് പരിചയമുള്ള നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ പേർക്ക് കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് സംസാരിച്ച് നോക്കിയിട്ട് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആളോട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ പോവുക ചെയ്യാൻ. എൻ്റെ ഇപ്പോൾ റീസെൻ്റ് ആൾ മെസ്സേജ് ഉണ്ടായിരുന്നു, കുറേ പേർക്ക് അൺഫ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആളുടെ ഇൻസ്റ്റാഗ്രാം പേജും നമ്മുടെ ഹൈക്കോടതിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജും ഫോൺ നമ്പറും വേണമെങ്കിൽ ഞാൻ കമൻറ്റ് സെക്ഷനിൽ ടാഗ് ചെയ്യട്ടെ. ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് നോക്കി നോക്കാം. നമ്മുടെ ചാനലിൻ്റെ പേര് പറഞ്ഞാൽ മതി, ആൾക്കറിയാം. അപ്പോൾ ആളിങ്ങനെ നമ്മുടെ വീഡിയോസിന് താഴെ വന്നിട്ട് മെസ്സേജ് ഇട്ട് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് റെഫർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ടതാണ്. നമുക്ക് ഡയറക്റ്റ്ലി പരിചയമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സംസാരിച്ചിട്ട് അത് നിങ്ങളുടെ കയ്യിൽ വേറെ വക്കീലിനെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും പോട്ടെ. ഞാൻ ഒന്ന് പറഞ്ഞത് മാത്രമേ കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, ആരെങ്കിലും വക്കീൽ അറിയുമെന്ന് വെച്ചിട്ട് കുറേ പേര് അയക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. നിങ്ങൾക്ക് പരിചയം വേറെ ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ പോകാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിനൊരു ഞാൻ പറഞ്ഞല്ലോ വക്കീൽ ത്രൂ പോകുമ്പോൾ വക്കീൽ ഫീസ് വരും. അപ്പോൾ എനിക്ക് തോന്നുന്നത് 3000-5000 രൂപയൊക്കെ മിനിമം വരുന്നതാണ്. ഡിപ്പെൻഡ്സ് അപ്പോൾ എത്ര എമൗണ്ട് അനുസരിച്ചിട്ടാണ് അവർ പറയുക. മിനിമം എനിക്ക് തോന്നുന്നു 5000 രൂപയൊക്കെ വരും തോന്നുന്നുണ്ട്. അത് നിങ്ങൾ വക്കീലായിട്ട് സംസാരിച്ചാൽ മതി. ഫീസിൻ്റെ കാര്യം എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ പറഞ്ഞല്ലോ നമ്പറും ഇൻസ്റ്റാഗ്രാം പേജും താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ കോർട്ട് ത്രൂ അൺഫ്രീസ് ചെയ്യാനും ലീൻ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അല്ലാണ്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് അൺഫ്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ മെയിനായിട്ട് സംഭവം എന്ന് വെച്ചാൽ നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ആവാനും ലീൻ ആവാനുള്ള മെയിൻ കാരണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഏതെങ്കിലും ഒരു കേസുള്ള അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് വന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ഫ്രോഡ് മണി വന്നുകൊണ്ടാണ് ഇത് ഫ്രീസ് ആവുന്നതും ലീനാവുന്നതും. ലീനാവാന്ന് പറഞ്ഞാൽ ഹോൾഡ് ചെയ്യാന്നുള്ളൂ. സെയിം സംഭവം തന്നെ. നമ്മുടെ ഹൈക്കോർട്ടൊക്കെ ഇടപെട്ടിട്ടാണ് ഇപ്പോൾ ലീനായി തുടങ്ങിയത്. കഴിഞ്ഞ കുറച്ച് കൊല്ലം മുമ്പ് വരെ അത് ഫുൾ ഫ്രീസ് ആയിരുന്നു. ഫുൾ ഫ്രീസ് ആണെങ്കിൽ ഫുൾ പണി ഒന്നും ചെയ്യാൻ പറ്റില്ല, അക്കൗണ്ട് ഫുൾ പോയി. അല്ലെ ക്യാഷ് ഉണ്ടെങ്കിൽ അതും പോയി. ഇപ്പോൾ ആ വന്ന എമൗണ്ട് മാത്രമേ ഫ്രീസ് ലീനാവുന്നുള്ളൂ. അതൊരു ഗുണമാണ്. പ്ലസ് അത് മാത്രമല്ല ഈ കേസ് വരുന്നത് ഫുള്ള് പുറത്തുനിന്നായിരിക്കും. അത് മാത്രമല്ല ഞാനിപ്പോൾ കുറേ ആയി നോട്ടീസ് ചെയ്യുന്നു, 2-3 കൊല്ലമായില്ലേ. ഇതിൽ 99% ബാങ്കുകളുടെ ഈ 3 ബാങ്കുകളാണ് വരുന്നത്. ഫെഡറൽ ബാങ്ക്, കാനറ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ 3 അക്കൗണ്ട് ഹോൾഡേഴ്സിനാണ് മെയിൻലി ഇതുപോലെ ഇഷ്യൂസ് വരുന്നത്. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടാ. ഈ അക്കൗണ്ട് ഹോൾഡേഴ്സാണ് കൂടുതൽ. സ്റ്റേറ്റ് ബാങ്ക് ഒക്കെ ഒഫീഷ്യൽ ഓക്കെ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ അക്കൗണ്ട് ഹോൾഡേഴ്സ് ഉള്ളത് സ്റ്റേറ്റ് ബാങ്കിനാണ്. ഈ ഫെഡറൽ ബാങ്കിനും കാനറ ബാങ്കും ഉണ്ടായിരിക്കുന്നത് വെച്ചാൽ മെയിൻ പബ്ലിക് ബാങ്ക് ആണല്ലോ. പക്ഷേ ഈ 3 ബാങ്കാണ് എനിക്ക് ഒരു ദിവസത്തിൽ മിക്കത് ഒരു 3-4 മെസ്സേജ് വരാറുണ്ട്. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു 99% ആൾക്കാർ ആരുടെയും ഈ 3 ഏതെങ്കിലും ഒരു ബാങ്ക് ആയിരിക്കും. എനിക്ക് അങ്ങോട്ട് ചോദിക്കാൻ പറ്റും നിങ്ങൾ ഏതെങ്കിലും 3 ബാങ്ക് അല്ലെന്നാ. അങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ്. അതിൻ്റെ എന്ത് സംഭവം എനിക്ക് പിടിയിട്ടില്ല കേട്ടാ. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇത് നമ്മുടെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഏതെങ്കിലും ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഗെയിമും കാര്യങ്ങളൊക്കെ കുറേ എണ്ണം വന്ന് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ. അതൊക്കെ കണ്ടിട്ട് കുറേ പേര് ഇതിൻ്റെ പിന്നാലെ പോകുന്നുണ്ടല്ലോ. എന്നുവെച്ചാൽ ഇവിടുത്തെ ആൾക്കാർക്ക് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ മെസ്സേജ് അയക്കേണ്ടല്ലോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ആക്റ്റീവ് അല്ല. ഇപ്പോൾ നോക്കാറില്ല. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് വീഡിയോ ഇടണം. നമ്മൾ ആക്ച്വലി ഇത് ഭയങ്കര ലിമിറ്റ് ചെയ്യാൻ പോകണം. എന്ന് വെച്ചാൽ നമുക്ക് ഫിനാൻസ് വീഡിയോസിനൊന്നും വലിയ വ്യൂസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാനങ്ങനെ ഇപ്പോൾ ഭയങ്കര ലിമിറ്റഡ് ആയിട്ട് അത് ചെയ്യാറുള്ളൂ, വല്ലപ്പോഴൊക്കെ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ചെയ്യുമ്പോൾ കുറേ 2-3 വീഡിയോസൊക്കെ അടുപ്പിച്ചെടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ട്. പണ്ട് ഞാൻ റെഗുലർലി ആക്റ്റീവ് ആയിരുന്നു. അതുപോലെ തന്നെ കമൻറ്റ് വരുന്നതും ഇൻസ്റ്റാഗ്രാമിൽ വരുന്നതൊക്കെ നമ്മൾ റിപ്ലൈ കൊടുക്കാറുള്ളൂ. ഇപ്പോൾ ഞാൻ കൊടുക്കാറില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ഒന്നാമത് മലയാളത്തിലത്തെ ആൾക്കാർക്ക് ഇത് ഈ എഡ്യൂക്കേഷണൽ കണ്ടന്റ് ഇതൊന്നും വേണ്ട. എല്ലാം ഈ ഡെയിലി വ്ളോഗും സീരിയലും കാര്യങ്ങളൊക്കെ മതി. അപ്പോൾ നമ്മളിതിന് വെറുതെ ഫുൾ ടൈം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഞാൻ ആക്ച്വലി ഇതിൽ വർക്ക് ചെയ്യുന്നതായതുകൊണ്ടും ഒരു പാഷൻ്റെ പുറത്തും ഗാഡ്ജറ്റും കാര്യങ്ങളൊക്കെ പാഷൻ ഉള്ളതുകൊണ്ടും നമ്മൾ വാങ്ങിക്കുന്നതാണ്. ഇതിന് കിട്ടിയത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. കോമഡിയാണ്. അതുകൊണ്ട് വാങ്ങിക്കാതൊന്നുമല്ല. കുറേ പേര് ചോദിക്കാറുണ്ട് ഇതെന്താ അത്ര അധികം വാങ്ങിക്കാനുള്ളത് ഉണ്ടായിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ പറയാം. വേണ്ട
ഞാൻ മുമ്പ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഏതാണ്ട് വീഡിയോയിൽ. എനിക്ക് ഏത് വീഡിയോയിലാണെന്ന് ഓർമ്മയില്ല. ഒരു കൊല്ലം മുമ്പാണ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതിനാട്ടും പരിതാപകരമാണ് ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റി അറിയാമല്ലോ. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടുത്തെ ടെക്കിൻ്റെയും എഡ്യൂക്കേഷൻ കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ തന്നെ അറിയാം വ്യൂസിൻ്റെ അവസ്ഥ. ഇവിടുത്തെ ആൾക്കാർക്ക് സീരിയലും ഡെയിലി വ്ളോഗും കൂതറ സാധനമൊക്കെ മതി. അത് പോട്ടെ. അപ്പോൾ പിന്നെ നമ്മൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ ഇല്ലീഗൽ ക്യാഷ് വരുന്നത് കൊണ്ടാണ് നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ആവുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഇല്ലീഗലി കോർട്ട് ത്രൂ അൺഫ്രീസ് ചെയ്യാൻ ഓർഡർ വാങ്ങിക്കണം, അല്ലെങ്കിൽ ആ കേസ് കൊടുത്ത ആൾ ആ കേസ് വിഡ്രോ ചെയ്യണം, അല്ലെങ്കിൽ ആ കേസ് ക്ലോസ് ആവണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ സാധനം ശരിയാവുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ബ്രാഞ്ചിൽ പോയിട്ട് മാനേജറിനെ തെറി വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ബാങ്കുകൾക്ക് കുറേ ബാങ്ക് മാനേജർക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നില്ല, അത് വേറെ കാര്യം. പിന്നെ കുറേ ബാങ്കിൽ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് സൈബർ പോലീസിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന ഫ്രീസാണ്. അപ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സൈബർ പോലീസിൻ്റെ സൈഡിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമാണ് ഇവർക്ക് അൺഫ്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. അവർ ഫ്രീസായ പോലെ തന്നെ അവർക്ക് അവരുടെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ കോർട്ടിൻ്റെ ഓർഡർ വരണം, നല്ല മാത്രമേ അവർക്ക് അൺഫ്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓക്കെ എന്ന് വെച്ചാൽ ഈ അക്കൗണ്ട് ഫ്രീസ് എന്ന് പറയുന്നത് കുറേ ടൈപ്പ് ഉണ്ട്. നമുക്ക് KYC ചെയ്തിട്ട് അൺഫ്രീസ് ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ട് ഫ്രീസ് ഉണ്ട്. ഇത് വേറെയാണ്. ഇത് സൈബർ അക്കൗണ്ട് ഫ്രീസ് ആണ്. ഇത് കേസ് വന്നിട്ട് അല്ലെങ്കിൽ ലീഗൽ മണി ട്രാൻസ്ഫർ ആയതിന് വരുന്നതാണ്. അപ്പോൾ ഇത് ബാങ്കായിട്ടൊരു ബന്ധവുമില്ല. അത് നിങ്ങൾ ചുമ്മാ ബാങ്കിൽ കയറി നടന്നിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വെച്ചാൽ ഞാൻ ബാങ്കിൽ പോയിട്ട് എന്താ പറയേണ്ടത്, ബാങ്കിൽ പോയി പറഞ്ഞാൽ ശരിയാവുമെന്ന് വെച്ചിട്ട് ഇഷ്ടം പോലെ കമൻറ്റും ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് മെസ്സേജൊക്കെ വരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഞാൻ അങ്ങനെ നോക്കാറില്ല, വല്ലപ്പോഴൊക്കെ കൊടുക്കാറുള്ളൂ. കാണിച്ചു കഴിഞ്ഞാൽ അതും മാത്രമല്ല കുറേ സ്പാംസും വരുന്നുണ്ട്. ഇതുപോലെ ഉടായ്പ വന്നിട്ട് ക്യാഷ് വന്നിട്ട് ഉടായ്പ കാണിക്കാൻ വേണ്ടിയിട്ടേ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ റീസെൻ്റ്ലി അങ്ങനെ ഇപ്പോൾ ഓട്ടോ മെസ്സേജൊക്കെ വരും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ. സ്പാമുകളെ കൊണ്ട് ഒരു രക്ഷയില്ലാന്നേ പറയാനില്ല. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ഉള്ളത് ഇതാണ്. ഒന്നെങ്കിൽ കോർട്ട് പോയിട്ട് അൺഫ്രീസ് ചെയ്യാനുള്ളത് വാങ്ങിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. നോർമലി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കേസ് വിഡ്രോവലും കേസ് കഴിയിലൊന്നും നടക്കണ കുറച്ച് കൊല്ലങ്ങൾ എടുക്കും ചിലപ്പോൾ. അപ്പോൾ ചെറിയ എമൗണ്ടൊക്കെയാണ് നിങ്ങൾ ലീനായിട്ടുണ്ടെങ്കിൽ അത് അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിക്കേണ്ടി വരും. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഇപ്പോൾ ഹൈ എമൗണ്ടോ മെയിൻ അക്കൗണ്ടോ ഇപ്പം നമ്മുടെ സാലറി അക്കൗണ്ടൊക്കെ ആണെങ്കിൽ പിന്നെ വേറെ രക്ഷയൊന്നുമില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോർട്ട് ത്രൂ അൺഫ്രീസ് ചെയ്യാൻ ഏറ്റവും നല്ലത്, ഏറ്റവും ബെസ്റ്റ് പരിപാടി ഇതാണ്. അല്ലാണ്ട് നിങ്ങളതിന് വെയിറ്റ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇതുവരെയായിട്ട് ഫ്രീസ് ആയവർക്ക് ഭയങ്കര ലിമിറ്റഡ് ആൾക്കാർക്ക് മാത്രമാണത്. ചിലപ്പോൾ ആ കേസ് കൊടുത്ത ആൾ അല്ലെങ്കിൽ ആൾക്ക് ചിലപ്പോൾ ക്യാഷ് പിടിച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കും സൈബർ പോലീസ്. അങ്ങനെയൊക്കെ വന്നിട്ട് കേസ് ക്ലോസ് ആവുന്നതും വിഡ്രോ ആവുന്നതൊക്കെ അത് ഭയങ്കര ലിമിറ്റഡാണ്. അല്ലാത്ത പക്ഷം ഇതിങ്ങനെ കിടക്കും ലീനായിട്ട്. ഇപ്പോൾ ലീനാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷെ എന്നാലും മെയിൻ അക്കൗണ്ടൊക്കെ ആണെങ്കിൽ അത് ഉപയോഗിക്കാണ്ടിരിക്കാൻ നല്ലത്. ക്രെഡിറ്റ് ഒക്കെ വരുന്ന അക്കൗണ്ടൊക്കെ ആണെങ്കിൽ മാറ്റുക നല്ലത്. ഇതുപോലെ എന്തെങ്കിലും ഇഷ്യൂ വന്ന അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾ മാക്സിമം അത് ഒന്നെങ്കിൽ യൂസ് ചെയ്യാണ്ടിരിക്കുക, അല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്ത് കളയുക. സംഭവം കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്ത് കളയുക. അൺഫ്രീസ് കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്ത് കളയുക. മെയിൻ അക്കൗണ്ടൊക്കെ ആണെങ്കിൽ അത് മാറ്റുക. സാലറി അക്കൗണ്ടൊക്കെ ആണെങ്കിൽ അത് മാറ്റുക നല്ലത്. എന്ന് വെച്ചാൽ ഭാവിയിൽ ചിലപ്പോൾ പണി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പറയാൻ വേണ്ടി വന്നത്. മനസ്സിലാകാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റിലും പോകുന്നതാണ്. ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ വക്കീലിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഫോൺ നമ്പർ ഞാൻ താഴെ കമൻറ്റിൽ ടാഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആളെ നിങ്ങൾക്ക് വിളിച്ച് നോക്കാം, അല്ലെങ്കിൽ മെസ്സേജ് അയച്ച് നോക്കാം. നമ്മുടെ ചാനലിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത് കാണാം. ബൈ.